ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഹിസ്റ്ററിയിൽ നിന്നും 2 ചാപ്റ്റേഴ്സും ജോഗ്രഫിയിൽ നിന്നും 2 ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററിയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററായ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വൈ ഡു ദി ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? Then what is capitalism? What is colonization? How did industrial revolution cause colonization? അതിൻ്റെ ഒരു flow chart. Then what motivated the capitalist countries to invest in the colonies? What is imperialism? How does imperialism differ from colonization? How did imperialism affect the colonies? അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് 2 വേൾഡ് വാർ ആണ് വരുന്നത്. സോ ഒരുപാട് തവണ എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണത്. അപ്പോൾ ആ ഒരു വേൾഡ് വാറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ്, ഇതാണ് ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. ഇത് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പാർട്ടിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് അധികം വൈകാണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, വൈ ഡു ദി ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ കൺട്രീസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോർഡർ ലൈൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. സോ ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്കയിൽ എത്തിയ യൂറോപ്യൻസ് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് അന്വേഷിച്ചുകൊണ്ടാണ് അവിടെ എത്തിയത്. എന്നിട്ട് എത്തിയതിനു ശേഷം എന്താ ചെയ്തത്? പാർട്ടീഷൻ ദ കോണ്ടിനെന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ച്വറി. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ ആ ആഫ്രിക്കയെ മുഴുവനായിട്ട് അങ്ങോട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തു. സോ ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെന്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ്, ദേ ഡിവൈഡഡ് ദി ആഫ്രിക്കൻ നേഷൻസ് എമംഗ്സ് ദംസെൽസ് ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. അപ്പോൾ എന്താണ്, ചില എഗ്രിമെന്റ്സ് യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു? ഈ പറയുന്ന ആഫ്രിക്കൻ നേഷൻസിനെ ഡിവൈഡ് ചെയ്തു. അത് ചില എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഇവർ ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്? ചുമ്മാ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വരച്ചുകൊണ്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ആഫ്രിക്കൻ കൺട്രീസിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോർഡർ ലൈൻസ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് ചില എഗ്രിമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ കൺട്രീസിനെ അല്ലെങ്കിൽ ആഫ്രിക്കൻ നേഷൻസിനെ ഡിവൈഡ് ചെയ്തെടുത്തു. അത് ചുമ്മാ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടാണ് എടുത്തത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഫ്രിക്കൻ കൺട്രീസിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോർഡർ ലൈൻസ് വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് ക്യാപിറ്റലിസം. Okay, so എന്താണ് ക്യാപിറ്റലിസം? ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ടു ഫാക്ടറീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടുകൂടി എന്തുണ്ടായി? പ്രൊഡക്ഷൻസ് എല്ലാം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു? ഫാക്ടറികളിലേക്ക് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. സോ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകൾ അപ്പോൾ എന്ത് ചെയ്തു? ഫാക്ടറിയിൽ അവരുടെ മൂലധനം നിക്ഷേപിച്ചു. അങ്ങനെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങി. സോ ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്. പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടും. സോ ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഇസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പോൾ ഒരു എക്കണോമിക് സിസ്റ്റം പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും എല്ലാം ക്യാപിറ്റലിസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു എക്കണോമിക് സിസ്റ്റം, അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ദ പ്രോഫിറ്റ്. അതാണ് ക്യാപിറ്റലിസം. അപ്പോൾ ഒരൊറ്റ പോയിന്റ് ആലോചിക്കേണ്ടു. ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ട്, അവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരെ കൺട്രോൾ ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റ് ആണ്. അവരുടെ എയിം എന്താണ്? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് കൊളോണൈസേഷൻ? Okay, so the advent of large scale industries enhanced capital investment. അപ്പോൾ വലിയ തോതിലുള്ള ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം വന്നതോടുകൂടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി. So many nations produced more than they needed and more than they could accommodate in their domestic market. അപ്പോൾ ഇത് വന്നതോടുകൂടി എന്തുണ്ടായി? ഒരുപാട് നേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും അവർ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെന്തുണ്ടാക്കി? ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് them to search for market. അപ്പോൾ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ അവർക്ക് മാർക്കറ്റ് കണ്ടെത്തേണ്ടി വന്നു. കാരണം ഉള്ള മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ മാർക്കറ്റിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു. The search for markets by the industrialized countries in Europe led to the competition among them. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് മാർക്കറ്റിന് വേണ്ടിയുള്ള അന്വേഷണം യൂറോപ്പിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തിലേക്കാണ്?
അവർ തമ്മിലുള്ള കോമ്പറ്റീഷനിലേക്കാണ്, അവർ തമ്മിലുള്ള മത്സരത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. സോ ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക്സ് ഇൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. അങ്ങനെ അവർ ട്രേഡ് ലിങ്ക്, അതായത് കച്ചവടമായിട്ടുള്ള ഒരു ബന്ധം ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്ക കോണ്ടിനെന്റ്സുമായിട്ട് കൂട്ടി. ഇനി using the political power and military forces, the European countries economically exploited these nations. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ പവർ ഉണ്ട്, അതുമാത്രമല്ല നല്ല തോതിലുള്ള മിലിറ്ററി ഫോഴ്സും അവർക്കുണ്ട്. അപ്പോൾ അതിലൂടെ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്തു? എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു ഈ രാജ്യങ്ങളെ എല്ലാം, അതായത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ എല്ലാം എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു. സോ ലേറ്റർ ദീസ് കൺട്രീസ് ബിക്കം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തതോടുകൂടി എന്തായി മാറി? പിന്നീട് ഈ പറയുന്ന കൺട്രീസ് തന്നെ യൂറോപ്യൻ കോണ്ടിനെന്റ്സിന്റെ കോളനീസ് ആയി മാറി. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കൊളോണൈസേഷൻ. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഒരൊറ്റ കാര്യം, ഒരൊറ്റ ഇൻസ്റ്റൻസിൽ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്ന് പറഞ്ഞു. ഒരുപാട് നേഷൻസ് അവർക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്തു. അപ്പൊ അത് മാർക്കറ്റിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. അങ്ങനെ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ കോമ്പറ്റീഷൻ ആയി. അങ്ങനെ അവര് ട്രേഡ് ലിങ്ക്, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആയിട്ട് ട്രേഡ് ലിങ്ക്സ് ഉണ്ടാക്കി. പിന്നീട് ഇവരെ തന്നെ പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സസിലും യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു, എന്നിട്ട് അവരെ കോളനിയാക്കി മാറ്റി. ദിസ് ഈസ് നോൺ ആസ് കൊളോണൈസേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വാട്ട് മോട്ടിവേറ്റഡ് ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ കോളനീസ്. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് എല്ലാം അവരുടെ കയ്യിലുള്ള ഇൻകം അവരെവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണമായി? കോളനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണമായി. സോ എന്താണ് കോളനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ? സോ ഒന്നാമത്തത്, ട്രേഡ് യൂണിയൻസ് വർക്ക് ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന് എതിരായിട്ട് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. രണ്ടാമത്തത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അജിറ്റേഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ റിസൾട്ടന്റ് ഇൻക്രീസ് ഇൻ ദെയർ വേജസ്. സോ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിൽ നടക്കുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള അടുത്തടുത്ത അജിറ്റേഷൻസ് ഉണ്ടായി. അതേപോലെ തന്നെ അവരുടെ വേജ് കൂട്ടണം എന്നുള്ള ആവശ്യം കൂടി. അപ്പോൾ ഡിമിനിഷ് ദ പ്രോഫിറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്. അപ്പൊ ഇതുണ്ടാക്കിയപ്പോൾ വേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? പ്രോഫിറ്റ് കുറയും, ക്യാപിറ്റലിസ്റ്റുകളുടെ പ്രോഫിറ്റുകൾ കുറയാൻ തുടങ്ങും. സോ അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ഇൻ ദ കോളനീസ്, ഇതാണ് ഒന്നാമത്തെ കാരണം. അപ്പൊ ഇതൊക്കെയാണ് അവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം. അതായത് അവരെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു, അപ്പൊ വേജ് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു, അപ്പൊ ശരിക്കും അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു. ഇതൊക്കെ ഉണ്ടായപ്പോൾ എന്തായി? ഈ പറയുന്ന കോളനികളിൽ ചീപ്പായിട്ട് ലേബർ അവൈലബിൾ ആയിരുന്നു. രണ്ടാമത്തത്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ദ കോളനീസ്. കോളനീസിലെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ദെൻ ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ ദ കോളനീസ്. അപ്പോൾ ഈ പറയുന്ന കോളനീസിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിലും ഗുഡ്സ് വിൽക്കണമെങ്കിലും എന്താണ്? വളരെ കുറഞ്ഞ ചെലവ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെ കോളനീസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ഇംപീരിയലിസം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. സോ ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു ദ colonies is known as imperialism. അപ്പോൾ ഇവിടെ ഒരൊറ്റ പോയിന്റ് ആലോചിച്ച് വെക്കുക, ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ്. അതിനെയാണ് നമ്മൾ ഇംപീരിയലിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇംപീരിയലിസത്തിന്റെ ഫണ്ടമെന്റൽ ഫീച്ചർ എന്താ? ഇമ്പോസിങ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നേഷൻ. അതായത് ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ള ഡോമിനൻസ് മറ്റൊരു നേഷന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക. അതാണ് ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം എന്ന് പറയുന്നത്. ഇനി കൊളോണിയലിസ്റ്റ് imposed their dominance using legal system, administrative measures, military force. ഈ പറയുന്ന രീതികളിലൊക്കെയാണ് അവരവരുടെ ഡോമിനൻസ് അധിനിവേശം ഇമ്പോസ് ചെയ്തത്. അവർ നല്ല രീതിയിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അത് അവർ ഇമ്പോസ് ചെയ്തത് ഏതിലൂടെയൊക്കെയാണ്? ലീഗൽ സിസ്റ്റത്തിലൂടെയും അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിലൂടെയും മിലിറ്ററി ഫോഴ്സിലൂടെയൊക്കെയാണ് കൊളോണിയലിസ്റ്റ് imposed their dominance using these things. അതായത് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ്. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം എന്ന് പറയുന്നത്. ഇനി ഈ ഇംപീരിയലിസം എങ്ങനെയാ കൊളോണൈസേഷനിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇംപീരിയലിസം പഠിച്ചു, കൊളോണൈസേഷനും പഠിച്ചു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സോ യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദി യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സസും യൂസ് ചെയ്തിട്ടാണ് യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. പിന്നീട് ഈ കൺട്രീസ് തന്നെ കോളനീസ് ആയി മാറി. ഇതാണ് കൊളോണൈസേഷൻ.
Okay, but the distinctive phase of flow of finance capital to Europe to the colonies is known as imperialism. അതായത് ഫിനാൻസ് ക്യാപിറ്റലിന്റെ ഫ്ലോ കോളനീസിലേക്ക് ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പീരിയലിസം കൊളോണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇമ്പീരിയലിസം അഫക്ട് ദ കോളനീസിനെ അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അപ്പോൾ കോളനികളിൽ ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ട് അവരൊരു എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു, അത് അങ്ങോട്ട് തകർന്നു. Then administrative and judicial system was replaced. അപ്പോൾ ഇവർ വന്നതോടുകൂടി എന്തായി, അവിടുത്തെ ഭരണവും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും എല്ലാം റീപ്ലേസ് ചെയ്യപ്പെട്ടു. So people in the colonies were forced to cultivate cash crops in lieu of a traditional food crops. അപ്പോൾ അവർ മുൻപൊക്കെ ഫുഡ് ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു, ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഇതെല്ലാം ഇൻക്രീസ് ആയി. നാച്ചുറൽ റിസോഴ്സസ് എല്ലാം വലിയ തോതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജിനസ് ആയിട്ടുള്ള ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതെല്ലാം നാശായി. ഓക്കെ, അതായത് നമുക്ക് തനതായിട്ടുള്ള ആർട്ടും ലിറ്ററേച്ചറും ഇൻഡിജിനസ് ആയിട്ടുള്ള കൾച്ചറും ലാംഗ്വേജും ആർട്ടും ലിറ്ററേച്ചറും എല്ലാം ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഡിസ്ട്രോയിഡ് ആയി, തകർന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ളത്. മെയിൻലി കൊളോണൈസേഷൻ, ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഡിഫറൻസും അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഈ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന് എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ സെഷൻ. അപ്പൊ നമുക്ക് അടുത്ത ഒരു അടിപൊളി ടോപ്പിക്, അതായത് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് എത്തുന്നതിന് മുമ്പ്. Anyway, thank you and have a nice day for all of you. Okay, bye-bye.